മാന്യ പ്രേക്ഷകർക്ക് ന്യൂസ് ഹവറിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. കേരളത്തിലെ പ്രമുഖ 2 രാഷ്ട്രീയ നേതാക്കൾ സ്വന്തം ശബ്ദത്തിലുള്ള തീവണ്ടി വാങ്ങിച്ചിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഉമ്മൻചാണ്ടി സാർ, താങ്കളുടെ ട്രെയിനിന്റെ പ്രത്യേകത എന്താണ്? എൻ്റെ ട്രെയിനിനെ പറ്റി പറയുമ്പോൾ അതിവേഗം ബഹുദൂരം. എൻ്റെ ട്രെയിനൊന്ന് ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. വളരെ നന്ദി സാർ. മറ്റൊരു വ്യക്തി ആന്റണി സാറാണ്. ആന്റണി സാർ, താങ്കളുടെ ട്രെയിനിന്റെ പ്രത്യേകത എന്താണ്? എൻ്റെ ട്രെയിനിനെ പറ്റി പറയുമ്പോൾ വളരെ വേഗത കുറഞ്ഞൊരു ട്രെയിനാണ്. ഒരു കേടുപാട് കൂടാതെ എത്തേണ്ട ദൂരത്തിൽ എത്തേണ്ട ഒരു ട്രെയിനാണ് എൻ്റെ ട്രെയിൻ. ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. വളരെ നന്ദി. മറ്റൊരു വാർത്ത. തേഞ്ഞിപ്പാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇന്റർസോൺ കലോത്സവം നടക്കുന്നു. നമ്മുടെ പ്രതിനിധി കൊച്ചുപ്രേമൻ ലൈനിലുണ്ട്. കൊച്ചുപ്രേമൻ, എന്താണ് താങ്കൾക്ക് അവിടെ കാണാൻ പറഞ്ഞു? ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവരാം. എന്താണ് കൊച്ചുപ്രേമൻ താങ്കൾക്ക്? കയറി സംസാരിക്കരുത് കേട്ടോ മോനെ. അജമ്പി, ഇവിടെ ഇന്നലെ ഗാനമേള നടന്നിരുന്നു കേട്ടോ. ഇന്നലത്തെ ഗാനമേളയിൽ നമ്മുടെ പ്രമുഖ ഗായകരും ഗായികന്മാരും ഇവിടെ പങ്കെടുത്തിരുന്നു. ആദ്യ ഗാനം ആലപിച്ചത് നമ്മുടെ മാർക്കോസ് ചേട്ടനാണ് കേട്ടോ. പാൽനില സുന്ദരി തൂകുമാ പുഞ്ചിരി പൂവിൻ ഹൂറി പൂമകൾ ഫാത്തിമ പാരിലെ നാരിമാർ മാർഗഴി മാതൃക. അജമ്പി, രണ്ടാമത്തെ ഗാനം ആലപിച്ചത് നമ്മുടെ ജാനകി ചേച്ചിയാണ് കേട്ടോ. ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലായി നേരം വിളക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. അജമ്പി, ഇവ വേദി 1 ആമ്പിള്ളയുടെ മിമിക്രി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പയ്യന്റെ മിമിക്രി മത്സരം അങ്ങോട്ട് കണ്ടുകളയും കേട്ടോ. ഒരു ഇടയ്ക്കിടെ ശബ്ദം. മൃദംഗം. അടുത്ത ഒരു തേങ്ങ രാകുന്നത്. ഒരു എക്സോളോട് ഉപയോഗിച്ച് ഒരു PVC യുമായി പറയും. അടുത്ത ഒരു ഹെലികോപ്റ്റർ. അടുത്തത് ലാലുലക്സിന്റെ ശബ്ദം ഒരു തവളയുടെ ശബ്ദമായി മാറുന്നു. പേഴ്സണലായിട്ട് പറയുക. കുറെ കാലമായി പേഴ്സണലായിട്ട് പറയുന്നു. കാര്യമായിട്ട് തന്നെ പറഞ്ഞു കളയാ. 1,000-2 പേർക്ക് വരാവുന്ന ഈ രോഗത്തിന് ഇന്നേ വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അടുത്തത് നരേന്ദ്രപ്രസാദിന്റെ ശബ്ദം ഒരു സ്കൂട്ടറിന്റെ ശബ്ദമാണ്. ചാത്തനും മാടനും മറതി നമ്മളെ തറവാടാ, അവന്മാരിവിടെ വരും. അടുത്തായി മലയാള സിനിമയിലെ കുറച്ച് നടന്മാരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി തിലകൻ. എന്താണ് മിസ്റ്റർ എന്തു ചൂടാൻ താങ്കളുടെ ഫ്യൂച്ചർ പ്ലാൻ? എനിക്കറിയാം, ഭൂമിയുടെ ആഗോള സ്പന്ദനം മാത്തമാറ്റിക്സിലാണ്. അടുത്തായി KP ഉമ്മർ. നീ അങ്ങ് വളർന്നു പോയല്ലോടി. അക്കാണുതാണ് പുത്തൂരും തറവാട്. നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ആനയെ വാങ്ങിച്ചരും, ചേനയെ വാങ്ങിച്ചരും. മരിച്ചാണെങ്കിൽ ബാലകലോത്സവം ചെയ്ത് കളയും. അടുത്തായി സത്യൻ. അമ്മേ, ഞാൻ കുട്ടികളില്ലാത്ത ദുഃഖത്തിൽ മൂകാംബികയിൽ പോയി തപസ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീട് നിറച്ച കുട്ടികളാണ് അമ്മേ. സരള തെറ്റുകാരിയാണോ അമ്മേ? അടുത്തത് പ്രേം നസീർ.
മണ്ടിപ്പൺ, ഈ സൗദാമിനി, ഈ അമ്മാവ. സൗദാമിനി വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ അതിൻ്റെ രാജേട്ടനാണ് സൗദാമിനി. നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് പോവാൻ സൗദാമിനി. അടുത്തായി ശ്രീനിവാസൻ. കുളക്കിട്ട കോഴി കുളക്കോഴി കുന്നൻ ചരുവിള വയറ്റാട്ടി. നീ കേട്ടോ ശ്യാമളെ, എന്തായിരുന്നു എന്റെ പെർഫോമൻസ്? കോഴി ഓടിക്കുന്നു, മുട്ടയിരിക്കുന്നു, ഏത്തപ്പഴം പുഴുകുന്നു. ഈ അഭിനയം സിനിമയിലായിരുന്നു ഈ വർഷം നമുക്ക്. ഇതോടുകൂടി എൻ്റെ വിമിക്രി അവസാനിച്ചു. നന്ദി, നമസ്കാരം.